ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അരി കുതിർത്തിയെടുത്തതിന് ശേഷം പൊടിച്ചിട്ടോ അല്ലെങ്കിൽ അരച്ചിട്ടോ ഒക്കെയാണ്. അതുപോലെ തന്നെ അതിനെ ബാറ്റർ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ വെക്കും. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. പക്ഷേ നമ്മളിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതായത് വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ പെട്ടെന്നൊക്കെ നമുക്കൊരു ഉണ്ണിയപ്പം കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണിത്. പിന്നെ ഈ ഉണ്ണിയപ്പത്തിൽ നമ്മൾ മൈദ, ബേക്കിംഗ് സോഡ, പഴം, ചോറ് അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. എന്നാലും നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് വറുത്തരിപ്പൊടിയാണ്. ഇത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനെന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കിയെടുത്തതിന് ശേഷം ചൂടോട് കൂടിയിട്ടാണ് നമുക്ക് ഈ അരിപ്പൊടിയിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ 3 അച്ച് ശർക്കര എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിയപ്പത്തിന് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ്. പിന്നെ ഇനി നമുക്ക് കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശർക്കര എടുത്താൽ മതി. ഇനി നമുക്കത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ശർക്കര നമ്മൾ നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കരപ്പാനി നമുക്ക് ഒരുമിച്ചും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷെ അത് യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാമെന്ന് മാത്രം. ഇപ്പം നമ്മൾ ശർക്കരപ്പാനിയും അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഈ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അരി അരച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മൈദ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ പഴവും നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഉണ്ണിയപ്പത്തിന് നല്ലൊരു ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പത്തിൽ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിനൊക്കെ പകരമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണല്ലോ പപ്പടമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് 2 പപ്പടമാണ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള 2 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഇതിലും ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 മുതൽ 2.5 പപ്പടമൊക്കെ വരെ എടുത്താലും മതിയാവും, ഒരുപാട് കൂടി പോകണ്ട. ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് ഈ പപ്പടം നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമുക്കത് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരമൊക്കെ വെക്കുമ്പോൾ ഈ പപ്പടം നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതിനുശേഷം മിക്സിയുടെ ചെറിയൊരു ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന പപ്പടം അരച്ചെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ മാവ് നമ്മൾ പപ്പടം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു മാവാണ്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ച് ലൂസാവണം, എന്നാൽ ദോശമാവിൻ്റെ അത്രയും കൂടെ ലൂസാവാനും പാടില്ല. അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ബാറ്റർ നമ്മൾ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ പപ്പടം ചേർത്തുകൊണ്ട് ഉണ്ണിയപ്പത്തിൽ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഇനി നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ റീഫൈൻഡ് ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ എണ്ണ ഇനി നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ കുഴിയിൽ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം.
ഈ കുഴി നിറയണ രീതിയിൽ ഒഴിച്ചു കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ കൂടുതലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവ് പുറത്തേക്കൊക്കെ ഒഴുകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കുഴിയിൽ ഒരു 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഫ്രൈ ചെയ്യണത് വെച്ചാൽ എണ്ണ നന്നായിട്ട് കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ അപ്പം ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്യാം. അതായത് ഈ ഉണ്ണിയപ്പം കുഴിയിൽ നിന്ന് ഇളകി വരുന്ന രീതിയിൽ എത്തുമ്പോൾ തന്നെ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളത് ഒരുപാട് നേരം കളർ മാറാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം ഹാർഡായി പോവും. അപ്പോൾ ഏകദേശം ഒരു കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമുക്കിത് കാണുമ്പോൾ ഉണ്ണിയപ്പത്തിന് അധികം കളർ വരാത്ത മാതിരി തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ കളർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് മാറും. നമ്മൾ സാധാരണ കാണുന്ന ഉണ്ണിയപ്പത്തിൻ്റെ കളറൊക്കെ തന്നെ കിട്ടും. ഇപ്പോൾ അത് 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം മുഴുവനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഈ ഒരു സൈസിൽ നമുക്കൊരു 20 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് നമ്മളൊന്ന് മുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലൊരു ടെക്സ്ചറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ സോഫ്റ്റ്നെസ്സും ടേസ്റ്റൊക്കെ തന്നെയാണ് ഈ ഉണ്ണിയപ്പത്തിനും. നമ്മൾ പപ്പടം ചേർത്ത് കൊടുത്തുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്